പറയന്റെ കുന്നിന്റെ അങ്ങേച്ചെരുവിൽ പാറക്കെട്ടിനടിയിൽ പകലൊക്കെ പാർക്കുന്ന പൂതൻ. വാക്കുകൾ കൊണ്ടുള്ള വിശേഷണങ്ങൾ ഇപ്പോഴത്തെ ആണെങ്കിലും വർഷങ്ങൾക്ക് മുന്നേ ഇടശ്ശേരിയുടെ ഇടറിയ വിരലുകൾ കൊണ്ടെഴുതിയ അതിമനോഹരമായ കവിതാ സമാഹാരം പൂതപ്പാട്ട്. കഥ പറയാൻ മിടുക്കിയായിരുന്ന ചെറിയേടത്തി മോൻ മാമുണ്ണിക്കൊണ്ടിരിക്കുന്ന നേരത്ത് കാട്ടുവഴിയിൽ പൂത്തുകിടക്കുന്ന പല പൂക്കളെയും മുറുക്കി ചുവപ്പിച്ച് ചെറിയേടത്തിയുടെ മോന്റെ ബാല്യത്തിലെ മനോഹാരിത കണ്ട് അതിലാകൃഷ്ടിയായി പൂതം നങ്ങേലിയായി വന്നു. പ്രകാശപുഞ്ചങ്ങളുടെ നായികയായ നങ്ങേലി തന്റെ മായാജാലങ്ങൾ കൊണ്ട് ആ കൊച്ചുകുട്ടിയെ അവിടുന്ന് കൊണ്ടുപോവുകയായിരുന്നു. തന്റെ മനസ്സിലെ സ്നേഹം കൊണ്ട് അസൂയ പൂണ്ട നങ്ങേലി, നിന്റെ കണ്ണുകൾ ദാനം ചെയ്താൽ നിന്റെ മകനെ നിനക്ക് വീണ്ടും തരാം എന്നൊരൊറ്റ വാക്കിനാൽ ആ കണ്ണുകൾ ഇരു കൈകളിലേക്ക് വെച്ച് നീട്ടിയപ്പോ പകരം ആ അമ്മയ്ക്ക് കൊടുത്തത് മറ്റൊരു മകനെയായിരുന്നു. സ്പർശനമേവ ഹൃദ്യതയെ എന്ന ഒറ്റ മന്ത്രത്താൽ തന്റെ മകനല്ല എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷങ്ങളിൽ 3 ലോകത്തെയും വാഴ്ത്തി നങ്ങേലിയെ ആ അമ്മ ശപിക്കാൻ ഒരുങ്ങിയപ്പോൾ തന്റെ കുറ്റം ഏറ്റുപറഞ്ഞ് മാതൃത്വത്തിന് വില കൽപ്പിച്ചവളാണ് നങ്ങേലി. ഇന്നും ചില നേരങ്ങളിൽ കുട്ടികൾ മാമുണ്ണുമ്പോൾ തെല്ലാഗ്രഹത്തോടുകൂടി നങ്ങേലി ഇരുമറയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കാറുണ്ടത്രേ.